ഏപ്രിൽ 7-ാം തീയതി മാച്ച് പ്രാക്ടീസിന് പോവാണെന്നും പറഞ്ഞ് പോയതാ. ബായ് അമ്മേ. ബൈ. അനിതേ, അവനെന്തിനാ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്? അവൻ എന്തിന്റെ സൂക്കേടാ? എന്താ കാര്യം ഞാൻ ചോദിക്കട്ടെ? നിക്ക്, ഞാൻ പോയി സംസാരിക്കാം. ഞാൻ പറയുന്നത് ഇയാൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ആളല്ല ഞാൻ. എത്ര പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? നോക്ക്, 2 വർഷമായിട്ട് ഞാൻ നിന്റെ പുറകെ നടക്കുക. ഒരുപാട് അങ്ങ് ഷൈൻ ചെയ്യില്ലേ? ഞാൻ നിന്നെ സിൻസിയർ ആയിട്ടാ പ്രേമിക്കുന്നേ. അതെന്തായാലും നീ മനസ്സിലാക്കാതെ? ഇടി വാടി പൊടി എന്നുള്ള വിളിയൊന്നും എന്നോട് വേണ്ട. ഒരാളെ മനസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിലല്ലേ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുക, ദയവ് ചെയ്ത് ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്. എനിക്ക് ഫുട്ബോളാണ് പ്രധാനം. അതാണ് എൻ്റെ ഡ്രീം, അതാണ് എൻ്റെ ലൈഫ്. മറ്റൊന്നിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല. എന്താടി നീ വലിയ സുന്ദരിയാണെന്നുള്ള വിചാര? ഇനി നീ മുഖം വെച്ചിട്ട് ഫുട്ബോൾ കളിക്കുന്ന എനിക്കൊന്ന് കാണണവടി. അന്ന് കയറിയത മുറിക്കാത്തവള്. കഥകിനടിയിൽ ഞാൻ കഴിക്കാനുള്ള ആഹാരം കൊണ്ട് വയ്ക്കും. വിശക്കുകയാണെങ്കിൽ എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ അത് അവിടെ ഇരിക്കും. വായിക്കാൻ പത്രം വയ്ക്കും. അതിൽ ഫുട്ബോളിനെ കുറിച്ചുള്ള ന്യൂസ് കണ്ട് അത് മാത്രം കട്ട് ചെയ്തെടുക്കും. അത് കാണുമ്പോഴാണ് അവൾ എന്നോടൊപ്പം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ലോകത്ത് അവളുടെ മുഖം ആരും കാണരുതെന്ന് പ്രതിജ്ഞ എടുത്തു. എന്നിലുണ്ടായിരുന്ന എല്ലാ പ്രതീക്ഷയും തകർന്നു പോയി. എനിക്കെന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല മോനെ. അനിതയോട് എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. അതിന് ഈ അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. ആ കഥവും മറികടന്ന് മോൻ്റെ ശബ്ദം അവളുടെ മനസ്സിലേക്ക് കടന്നു ചെന്നാൽ അത് മാത്രം മതി മോനെ എനിക്ക്. അനിതേ, അനിതേ, എൻ്റെ പേര് മൈക്കിൾ എന്നാ. ഇപ്പം ഞാനാണ് നിങ്ങളുടെ ടീമിൻ്റെ കോച്ച്. നിനക്കൊരു ഇൻസ്പയറിങ് ആവുന്ന ഒരു കഥ പറയണമല്ലോ, പറയട്ടെ? ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ വയറ്റിൽ 3 മാസം ശിശുവായിരുന്നപ്പോൾ ആ കുഞ്ഞിന് വളർച്ച തീരെയില്ലായിരുന്നു. കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയട്ടെ എന്ന് അതിൻ്റെ അമ്മയോട് ചോദിച്ചു.
അതിൻ്റെ അമ്മ അതിന് സമ്മതിച്ചില്ല. 10 മാസം ഒന്നും വരുത്താതെ അമ്മ ആ കുഞ്ഞിനെ പ്രസവിച്ചെടുത്തു. എല്ലാ കുട്ടികളും സാധാരണ 2 വയസ്സിൽ നടക്കാറുള്ളതാ. 5 വയസ്സിലാണ് ആദ്യമായിട്ട് ആ കുട്ടി പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയത്. ഇനി നടക്കുമോ എന്ന് വിചാരിച്ച ആ കുഞ്ഞ് 8-ാം വയസ്സിൽ ഫുട്ബോൾ കളിച്ചു. 15 വയസ്സിൽ ജൂനിയർ ലെവലിൽ നാഷണൽ ചാമ്പ്യൻ. 16 വയസ്സിൽ അണ്ടർ 18. 18 വയസ്സിലെ വീണ്ടും ഒരു മേജർ ആക്സിഡന്റ്. ജീവിതാവസാനം വരെ വടിയും കുത്തി നടക്കണമെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അവർ പറഞ്ഞതെല്ലാം പച്ച കള്ളമാക്കിയിട്ട് തിരിച്ച് വീണ്ടും 6 മാസത്തിനുള്ളിൽ അവൾ ഗ്രൗണ്ടിലേക്ക് വന്നു. സ്റ്റേറ്റ് ടീമിൽ സെലക്റ്റുമായി. ഏതാണോ ബലഹീനതയെന്ന് തിരിച്ചറിഞ്ഞ അതുതന്നെ അവൾ തൻ്റെ ബലമാക്കി അവൾ മാറ്റി. അവളുടെ ജീവിതത്തിൽ അതിശയമായി തനിയൊന്നും നടന്നില്ല. അവൾ അത് നടത്തി കാണിച്ചു. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് 21 വയസ്സ്. എപ്പോഴും നടക്കുന്ന പോലെ ഇപ്പോൾ അവൾക്ക് വീണ്ടും ഒരു ചലഞ്ച്. ആരാന്നറിയാവോ അവള്? അനിതേ, ഇപ്പൊ നീ വെളിയിലേക്ക് വന്ന നീ ഒരാളല്ല, നീ എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കും. നീ ജയിച്ചാ നിന്നെ പോലെ ഇരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളും ജയിച്ച പോലെ ആയിരിക്കും. പുറത്തേക്ക് വാ. ഈ ലോകത്തിന് നിന്റെ കഴിവെന്താണെന്ന് ഒരിക്കൽ കൂടി കാണിച്ചു കൊടുക്ക്. കഴിവിനും തന്റെ അടുത്തിനും നമ്മുടെ ഈ മുഖം ആവശ്യമില്ല അനിതേ. ടിക്കറ്റ് ഞാനിവിടെ വയ്ക്കുക. ഇന്ന് ഈവനിങ് 5 മണിക്ക് നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. എന്താണിതാ, ദേഷ്യമാണോ എന്നോട്? ഇല്ല സർ. അല്ലല്ലോ, നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ദേഷ്യമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ല സർ, അങ്ങനെയൊന്നുമില്ല. ഐ എം ഫൈൻ. ദീന, എന്താ ലെഫ്റ്റിലേക്ക് വണ്ടി വിട്. സർ, എയർപോർട്ടിലേക്ക് നേരെയല്ലേ പോകേണ്ടത്? പോകാനിതേ, പോകാം. സർ, ഇവിടേക്ക് എന്തിനാ വന്നേ? എന്താന്ന് പറയാം. അനിതേ, നിക്ക്. എന്തിനാ പേടിക്കുന്നേ? സംസാരിക്കേ. ഇപ്പൊ ഞാൻ നിന്റെ കോച്ചല്ല, നിന്റെ ചേട്ടൻ. അവനെ എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി. നീ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും നിന്റെ ഈ ചേട്ടൻ ചെയ്തിരിക്കും. ഇപ്പോ ഈ സെക്കൻഡിൽ എല്ലാം തീർത്തു തന്നിരിക്കും. നിന്റെ മനസ്സിലുള്ള പകയും ദേഷ്യവും എല്ലാം അവൻ തീരുമ്പോൾ അവന്റെ കൂടെ തന്നെ പോകണം. ഒരു ഹോൾ ഹാർട്ടോടെ ഒരു പ്ലെയറായി മാത്രം വന്നാൽ മതി. പിന്നെ പറ, എന്താ ചെയ്യണ്ടേ? ചേട്ടാ, ഒരേ ഒരു തവണ ഞാൻ അയാളൊന്ന് ഫേസ് ചെയ്തിട്ട് വരാം. ആത്മവിശ്വാസത്തിനും കഴിവിനും മുഖത്തിന്റെ ആവശ്യമില്ല. ഈ
മുഖം വെച്ചാ ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്? ഒരു പെണ്ണിനെ ഇങ്ങനെ ചെയ്താൽ നീ ഇത്രയും ധൈര്യത്തോടെ മുഖം കാണിച്ച് പുറത്ത് കറങ്ങി നടക്കുമ്പോ ഞാനെന്തിനാ മുഖം മൂടി അണിയുന്നത്? ഇനി മുതൽ ഈ തുണി എനിക്ക് ആവശ്യമില്ല. ഫുട്ബോൾ കാണാറുണ്ടോ? ഇനി മുതൽ കാണണം.